2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 34 കൊല്ലത്തെ ഇടത് ഭരണത്തെ തൂത്തെറിഞ്ഞുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസ് സഖ്യം അധികാരത്തിലേക്ക് ഏറിയത്. അന്ന് തൃണമൂൽ കോൺഗ്രസിന് 184 സീറ്റുകൾ വിജയിക്കുകയും കോൺഗ്രസ് 40 സീറ്റുകളിൽ സഖ്യത്തിന്റെ ഭാഗമായി മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു. CPIM-ന് അവരുടെ കോൺഗ്രസ് നേടിയ സീറ്റുകൾ പോലും നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ ഇടക്കാലത്ത് അന്ന് മൻമോഹൻ സിംഗ് ആയിരുന്നു പ്രധാനമന്ത്രി. UPA സർക്കാരിൽ കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രിയായിരുന്ന മമതാ ബാനർജി രാജിവെച്ചുകൊണ്ട് ഭവാനിപ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് മുഖ്യമന്ത്രി സ്ഥാനം നിലനിർത്താൻ മത്സരിച്ചതും 2011 മുഖ്യമന്ത്രിയായതും. എന്നാൽ UPA സർക്കാരിൽ നിന്ന് പിന്തുണ പിൻവലിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് പെട്ടെന്ന് നടത്തിയ ഒരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായി ബംഗാളിലെ കോൺഗ്രസ് മന്ത്രിമാരും രാജിവെക്കുകയും UPA-യുമായി സഖ്യം ഉപേക്ഷിക്കുകയും തൃണമൂൽ കോൺഗ്രസ് സ്വതന്ത്രമായി മാറുകയും ചെയ്തു. എന്നാൽ പിന്നീട് പല കാര്യങ്ങളിലും പരോക്ഷമായും പരസ്യമായും ഒക്കെ കോൺഗ്രസിനെ പിന്തുണച്ചുകൊണ്ട് പാർലമെന്റിൽ പല കാര്യങ്ങൾക്കും തൃണമൂൽ കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ ഈയിടെ ഏറ്റവും ശക്തമായി കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ഒരുപോലെ സഹകരിച്ചത് വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട JPC-യുടെ വലിയ തോതിലുള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തെയാണ്. അതായത് സംയുക്ത പാർലമെന്ററി സമിതി നിശ്ചയിച്ചിട്ടുള്ള മാറ്റങ്ങളോടെ പരിഷ്കരിച്ച വഖഫ് ബില്ലിന്റെ അവതരണവും ചർച്ചയും എത്രമാത്രം ലോക്സഭയിലും രാജ്യസഭയിലും വലിയ കോളിളക്കം ഉണ്ടാക്കി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് അടിക്കടി വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. കാരണം ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. അത് ഒരു കാരണമായി ഉന്നയിച്ചുകൊണ്ട് അവിടെയും വർഗീയ ധ്രുവീകരണം നടത്തി ജയിക്കാനുള്ള രാഷ്ട്രീയ ലക്ഷ്യമാണ് BJP പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ ഏകപക്ഷീയമായി BJP നടത്തുന്ന ഈ രീതിയിലുള്ള അഭിപ്രായ ശേഖരണം അതിനെ തകർത്തെറിയാൻ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ഒരുമിക്കേണ്ടത് അനിവാര്യമാണ്. അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് മമതാ ബാനർജി തിരിച്ചറിഞ്ഞിരിക്കും. എന്നാൽ കേവലം പാർലമെന്റിൽ മാത്രം യോജിച്ചതുകൊണ്ട് ജനങ്ങൾക്ക് അത് ബോധ്യപ്പെടുകയില്ല എന്ന് മമത തിരിച്ചറിഞ്ഞിരിക്കും. ബംഗാളിലെ ജനതയെ മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങളെ ബോധിപ്പിക്കാൻ കൂടി കൂടുതൽ സഹകരണം തൃണമൂൽ കോൺഗ്രസും നടത്താൻ ധാരണയാക്കുകയാണ്. അതായത് കോൺഗ്രസ് മറ്റ് സംസ്ഥാനങ്ങളിൽ തൃണമൂൽ കോൺഗ്രസ് വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളിൽ അവർക്ക് സീറ്റ് നൽകാൻ ധാരണയായാൽ തീർച്ചയായും കോൺഗ്രസിന് ബംഗാളിൽ അർഹിക്കുന്ന പ്രാതിനിധ്യം വീണ്ടും നൽകാം എന്ന ഉറപ്പ് മമത നൽകുകയാണ്. നമുക്കറിയാം 2 പ്രദേശങ്ങളിൽ മാൽഡ മേഖലയിലും അതുപോലെ ബഹ്റാംപൂരിലും കോൺഗ്രസിന് വലിയ ശക്തിയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബഹ്റാംപൂരിൽ കോൺഗ്രസിന്റെ നേതാവ് അധീർ രഞ്ജൻ ചൗധരി യൂസഫ് പത്താനോടാണ് പരാജയപ്പെട്ടത്. തൃണമൂൽ കോൺഗ്രസ് ആ സീറ്റ് നേടിയെടുത്തെങ്കിലും വാസ്തവത്തിൽ കോൺഗ്രസിന് വിട്ടു നൽകേണ്ടിയിരുന്ന സീറ്റാണ്. ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിലെങ്കിലും കോൺഗ്രസുമായി സഹകരിക്കേണ്ടതിന്റെ അനിവാര്യത തുറന്നു കാട്ടപ്പെടുമ്പോൾ തൃണമൂൽ കോൺഗ്രസിന് ഇനി മുട്ടാത്തർക്ക ന്യായവും പറഞ്ഞു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം.